നമ്മളിന്ന് നോക്കുന്നത് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ്. ഈ കമ്പനി പ്രധാനമായും ചെയ്യുന്നത് ഫ്ലോ കൺട്രോൾ സൊല്യൂഷൻസ്, അതായത് ഗ്യാസും ലിക്വിഡും ഒക്കെ കൊണ്ടുപോകുന്ന പൈപ്പുകളും ഫിറ്റിംഗ്സും ഒക്കെയാണ്. ഓയിൽ ആൻഡ് ഗ്യാസ്, കെമിക്കൽ, സ്റ്റീൽ അങ്ങനെയുള്ള പല വലിയ മേഖലകളിലും ഇവർക്ക് ബിസിനസ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ കമ്പനിയെക്കുറിച്ച് പ്രത്യേകിച്ച് സംസാരിക്കാൻ കാരണം ഇവർ ഡേറ്റാ സെന്റർ ലിക്വിഡ് കൂളിംഗ് മേഖലയിലേക്ക് കടന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡേറ്റാ സെന്ററുകളും വളരുന്നതനുസരിച്ച് ലിക്വിഡ് കൂളിംഗ് അത്യാവശ്യമായി കൊണ്ടിരിക്കുകയാണ്. എയറോഫ്ലെക്സ് ഇന്ത്യയിലെ ഒരു പ്രമുഖ കൂളിംഗ് കമ്പനിയുമായി ചേർന്ന് അവരുടെ സ്കിഡ് അസംബ്ലീസ് ഉണ്ടാക്കാനുള്ള വലിയൊരു അവസരമാണ് നോക്കുന്നത്. ഇതിനായി അവർ കപ്പാസിറ്റി നന്നായി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇനി ലാഭത്തിന്റെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ വർഷം മികച്ച പ്രകടനമാണ് കമ്പനി കാഴ്ചവെച്ചത്. ഈ സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വരുമാനം അവർക്ക് നേടാൻ പറ്റി. എങ്കിലും നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസത്തെ കണക്കെടുത്താൽ നികുതിക്കും മറ്റ് ചെലവുകൾക്കും ശേഷം ലാഭത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. അത് പ്രധാനമായും വികസനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ കാരണമാണ്. ഭാവിയെക്കുറിച്ച് നോക്കിയാൽ എഐയുടെ വളർച്ച കാരണം എയറോഫ്ലെക്സിന് വലിയൊരു മാർക്കറ്റ് തുറന്നു കിട്ടിയിരിക്കുകയാണ്. പക്ഷേ മത്സരവും കപ്പാസിറ്റി എക്സ്പാൻഷനും കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. നിലവിൽ നല്ലൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. കൂടാതെ പ്രൊമോട്ടർമാരുടെ കാര്യത്തിലും നല്ല കാര്യങ്ങളാണ് കാണുന്നത്. അവരുടെ ഹോൾഡിംഗ് നല്ല സ്റ്റേബിളാണ്, ഷെയറുകളൊന്നും പണയം വെച്ചിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലേക്ക് പോകാം. ചാർട്ടിലെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇത് 2023 മുതലുള്ള ചാർട്ടാണ്. BSEയിൽ NSEയിൽ ഒരേ സമയത്ത് ലിസ്റ്റിംഗ് നടന്നതാണ്. ഇതിൻ്റെ നിലവിലെ ലോ എന്ന് പറയുന്നത് 115ഉം നിലവിലെ ഹൈ 272ആണ്. പ്രത്യേകിച്ചൊരു ട്രെൻഡായിട്ടൊന്നും പറയാൻ വേണ്ടിയില്ല. ഇതിലിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു FPG ഇവിടെ കിടപ്പുണ്ട്. ആ FPG ഒരു 4 ആഴ്ച കൊണ്ട് ഇത് മറികടന്നിട്ടില്ല. 235ആണ് ആ FPG ഏരിയ. അതൊന്നും ബ്രേക്ക് ചെയ്തിട്ട് 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്തിട്ടും ക്ലോസ് ചെയ്തിട്ടില്ല വീക്കിലി ക്യാൻഡിലിൽ. അപ്പോൾ അടുത്ത ആഴ്ചകളിൽ ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ സാധ്യതയുണ്ട്. ബ്രേക്ക് ഔട്ട് നടന്നത് ക്ലോസ് ചെയ്യണമെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ന്യൂസൊക്കെ വന്നതുകൊണ്ട് സാധ്യതയുള്ളൊരു ഏരിയയാണ്. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ചൊരു ട്രെൻഡ് പറയാൻ വേണ്ടിയില്ല. ഈ FPG ഏരിയ കൊണ്ട് നമ്മളൊന്ന് പ്രധാനമായിട്ടും ഒന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ ഇത് മറികടക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാം. ഈ സമയങ്ങളിൽ നല്ല വോളിയം കയറിയിട്ടുണ്ട്. അടുത്ത ആഴ്ചകളിലൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. നിങ്ങളും കൂടെ ഒരു സ്റ്റഡി നടത്തിയ ശേഷം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വാറുമായിട്ടുള്ള ബന്ധപ്പെട്ട സാഹചര്യങ്ങളായതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് മാത്രം അങ്ങനെ കയറിപ്പോണമെന്നില്ല. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നോക്കിയ ശേഷം നിങ്ങളും കൂടെ ഒരു സ്റ്റഡി നടത്തി ഒരു തീരുമാനം എടുക്കാവുന്നതാണ്.